യമദൂതന്മാരെ തടഞ്ഞ വിഷ്ണുദൂതന്മാർ. ഈ വീഡിയോ അജമാലിൻ എന്ന ബ്രാഹ്മണന്റെ കഥയും ഭഗവത് നാമജപത്തിന്റെ മഹിമയുമാണ് വിവരിക്കുന്നത്. കന്യാകുബ്ജം എന്ന രാജ്യത്ത് ജീവിച്ചിരുന്ന ജ്ഞാനിയായ ഒരു ബ്രാഹ്മണനായിരുന്നു അജമാലിന്. എന്നാൽ വിധിവശാൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം തന്റെ ധർമ്മനിഷ്ഠയായ ജീവിതവും കുടുംബവും ഉപേക്ഷിച്ചു. ആ സ്ത്രീയോടൊപ്പം ജീവിക്കാനും മക്കളെ പോറ്റാനുമായി അദ്ദേഹം മോഷ്ടിക്കാനും ചതിക്കാനും തുടങ്ങി. മദ്യപാനം, ചൂതാട്ടം ഉൾപ്പെടെ സകല ദുശീലങ്ങളിലും അദ്ദേഹം മുഴുകി. ഒരിക്കൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന സന്യാസിമാർ അജമാലിന്റെ അന്ത്യം മുൻകൂട്ടി കണ്ട് ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. തന്റെ 10ാമത്തെ പുത്രന് നാരായണൻ എന്ന പേരിടാൻ അവർ നിർദ്ദേശിച്ചു. മകനോടുള്ള സ്നേഹം കാരണം അദ്ദേഹം എപ്പോഴും നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. അജമാലിന് 88 വയസ്സായപ്പോൾ യമദൂതന്മാർ അദ്ദേഹത്തിന്റെ ജീവൻ കൊണ്ടുപോകാൻ എത്തി. ഭയന്നുപോയ അജമാലിൻ തന്റെ മകനെ സഹായത്തിനായി നാരായണ നാരായണ എന്ന് ഉറക്കെ വിളിച്ചു. മകനെയാണെങ്കിലും നാരായണ നാമം ഉച്ചരിച്ചതിനാൽ 4 വിഷ്ണുദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുകയും യമദൂതന്മാരെ തടയുകയും ചെയ്തു. അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ പാപങ്ങൾ നശിക്കുമെന്നാണ് അവർ വ്യക്തമാക്കി കൊടുത്തത്. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ അജമാലിൻ പശ്ചാത്തപിക്കുകയും ബാക്കി ജീവിതം ഗംഗാ തീരത്ത് ഭഗവത് ചിന്തയെ ചെലവഴിക്കുകയും ചെയ്തു. ഒടുവിൽ വിഷ്ണുദൂതന്മാർ അദ്ദേഹത്തെ വൈകുണ്ഠത്തിലേക്ക് സ്വീകരിച്ചു. ഭഗവാൻ നാമത്തിന്റെ മഹിമയാൽ ഒരു മഹാപാപിക്ക് പോലും മോക്ഷം ലഭിക്കുമെന്നാണ് ഈ കഥയുടെ സാരം.